ഇതൊരു സോഫ്റ്റ് സിൽക്ക് സാരി ആട്ടോ. ഞാൻ ഇതിന് മുന്നേ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഇതിപ്പം സോഫ്റ്റ് സിൽക്കിൽ എംബ്രോയിഡറി വർക്കാണ്. അന്നും ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 595 ആണ്. വിത്ത് ബ്ലൗസും ആണ്. ഇങ്ങനെയാണിത്. ഇതിൻ്റെ ഈ ഡിസൈൻ അല്ലായിരുന്നു, വേറെ ഒരു ഡിസൈനിലായിരുന്നു അന്ന് വന്നത്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഈ തവണ വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒത്തിരി കളേഴ്സും ഉണ്ട്. അപ്പം നമുക്കത് ഓരോന്നായിട്ടൊന്ന് കണ്ടാലോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഡിസൈൻ. ഡിഫറെൻറ്റ് ഡിസൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ, കളറെല്ലാം സെയിം തന്നെ. ഇത് മറ്റൊരു ഡിസൈൻ. ഇത് 3 ഡിസൈനിലാട്ടോ വന്നിരിക്കുന്നത്. റേറ്റ് 595. ഇതൊരു ബ്രിക്കിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് വരും കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. നല്ലൊരു ഷെയ്ഡാണ്, ഏത് കളർ ടോണുകാർക്കും അനുയോജ്യം. ഇങ്ങനെയാണ് വരിക. ഒരു സോഫ്റ്റ് സിൽക്കിലാണ് വരിക. ഡസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ലോവർ പോർഷനിൽ ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരിക. പിന്നെ ഇതിൻ്റെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാട്ടോ വരുന്നത്. അങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ടാണ് വരിക. ഇത് മറ്റൊരു ഡിസൈൻ. വേറെ ചെയ്തിരിക്കുന്നത് ഒരു ഡിസൈൻ, ഇത് മറ്റൊരു ഡിസൈൻ. ഇനി ഈ കളറിൽ തന്നെ മറ്റൊരു ഡിസൈൻ. ഇത് 2 ഡിസൈൻ. കളർ 1. വേറെ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ഡിസൈനിലുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഒരു സോഫ്റ്റ് സിൽക്കിലാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു സാരിയാണ്. കഴിഞ്ഞ തവണ ഞാൻ ഇത് ഇട്ടതേ അറിഞ്ഞുള്ളൂ, എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല. അതുപോലെ എൻക്വയറീസ് ആയിരുന്നു. അപ്പോൾ ഒത്തിരി പേര് കിട്ടാത്തവരുണ്ട്, അവർക്കും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ ഡിസൈനിലാണ് എനിക്ക് ഡിഫറൻറ്റ് വന്ന് കിട്ടിയേക്കണത്. അപ്പം അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണേ. ഇനി ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്ലൂ. ഈ ബ്ലൂവിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സ്വല്പം ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം നമ്മൾ വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതുമായിട്ട് ഇതൊരു ഗ്രീനിഷ് ബ്ലൂവിലേക്കാട്ടോ വരുന്നത്. അപ്പോൾ ചില ഫോണിൽ ഇത് സ്കൈ ബ്ലൂ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്ലൂവിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയും. ഇത് മറ്റൊരു ഡിസൈൻ. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈനുകൾ വരുന്നത്. അപ്പോൾ ഞാനൊന്ന് വ്യക്തമായിട്ട് തന്നെ കാണിച്ചത്. ബാക്കിയെല്ലാം സെയിം തന്നെ, വേറെ ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇതൊരു പിങ്ക് ഷെയ്ഡ്. ചിലരെന്നോട് ചോദിച്ചു ഇത് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാവോന്ന്. സാരി എന്തായാലും നമ്മളാരും അങ്ങനെ ചെയ്യില്ല. ഷാമ്പു വാഷ് മാത്രമാണ് സാരിക്ക്. പക്ഷെ നമ്മളൊരു സാരി നമ്മളൊരു സിൽക്കിൻ്റെ പോലെ നമ്മൾ അത്രയും സൂക്ഷിച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വാഷ് ചെയ്ത് എല്ലാ സാരിയും നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ. ഇത് മറ്റൊരു ഡിസൈൻ. പിന്നെ പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഇത്രയും കളേഴ്സായിരുന്നു കഴിഞ്ഞ തവണ വന്നിരുന്നത്.